വിശദമായ വാർത്തയിലേക്ക്. ദേശീയ പണിമുടക്ക് നേരിടാൻ സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. പണിമുടക്കുന്ന ദിവസങ്ങളിലെ വേതനം ഏപ്രിലിലെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. യാതൊരുവിധ അവധിയും അനുവദിക്കില്ലെന്നും ഉത്തരവിൽ പറയുന്നു. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, കോടതി ഇക്കാര്യത്തിൽ വലിയ രീതിയിലൊരു വിമർശനം ഉയർത്തിയിരുന്നു. എന്തുകൊണ്ട് സർക്കാർ ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നു, അത് നടപ്പാക്കില്ല, അല്ലെങ്കിൽ സർക്കാർ എന്തുകൊണ്ടാണ് ഇതിനെതിരെ നടപടിയെടുക്കാത്തത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഡയസ് നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്? അതുതന്നെയാണ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഡയസ് നോണിന് സർക്കാർ നിർബന്ധിതമായത്. നേരത്തെയൊക്കെ സർക്കാർ ജീവനക്കാരുടെ സമരത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊതുപണിമുടക്കുകളിൽ ജീവനക്കാർ സമരം ചെയ്യുന്നതിൽ സർക്കാർ ഒരു തരത്തിലുള്ള നിയന്ത്രണവും കൊണ്ടുവരാറില്ല. പകരം അതിനുള്ള പൂർണ്ണ പിന്തുണ സർക്കാർ നൽകാറുണ്ട്. ഇന്ന് അതിനെ കോടതി ചോദ്യം ചെയ്യുകയും അടിയന്തരമായ തീരുമാനമെടുക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തപ്പോൾ മറ്റു വഴികളില്ലാതെ തന്നെയാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഡയസ് നോൺ തീരുമാനിച്ചുകൊണ്ടുള്ള ഉത്തരവ് ചീഫ് സെക്രട്ടറിയാണ് പുറത്തിറക്കിയത്. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷമായിരുന്നു ഇത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ കടന്നത്. പണിമുടക്കുന്ന ദിവസങ്ങളിലെ ശമ്പളം ഏപ്രിൽ മാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെന്നാണ് ഡയസ് നോൺ ഉത്തരവ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അടിയന്തര സാഹചര്യങ്ങളിൽ മരണവും രോഗവും പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഒഴികെ ഇന്നും നാളെയും ഒരു ജീവനക്കാരനും സ്വാഭാവിക അവധി അനുവദിക്കേണ്ടെന്നും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സമരക്കാരായ ജീവനക്കാർ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലും പൊതുമുതൽ നശീകരണത്തിലും ഉൾപ്പെട്ടാൽ അവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശവും ഉത്തരവിലുണ്ട്. ജീവനക്കാരുടെ സംഘടനകൾ സ്വാഭാവികമായും ഇതിനെ എതിർക്കും. എങ്കിൽ പോലും മറ്റു വഴികളില്ല സർക്കാരിന് മുന്നിലും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഇത്തരമൊരു ഉത്തരവ് ഇറക്കാൻ സർക്കാർ നിർബന്ധിതമായി തീർന്നത്. ശമ്പളം പിടിക്കുമെങ്കിലും പിന്നീട് നേരത്തെ ഇത്തരത്തിലൊരു തവണ ഡയസ് നോൺ ഉത്തരവ് ഇറക്കുമ്പോൾ സർക്കാർ ശമ്പളം പിടിക്കാതെ ജീവനക്കാർക്ക് ഇളവ് നൽകിയിരുന്നു. ആ രീതിയിലുള്ള ഏതെങ്കിലും ഇളവ് ഇപ്പോഴും ലഭിക്കുന്ന പ്രതീക്ഷ ജീവനക്കാർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ സർക്കാരിന് ഉത്തരവ് നടപ്പാക്കാതെ മറ്റു വഴിയില്ലായിരുന്നു. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.